പത്തനംതിട്ട പമ്പ സർക്കാർ ആശുപത്രിയിൽ സർജിക്കൽ ബ്ലേഡ് അകത്ത് വെച്ച് കാലിലെ മുറിവ് കെട്ടി. നെടുമ്പാശ്ശേരി സ്വദേശി പ്രീതയുടെ കാലിലെ മുറിവിലാണ് സർജിക്കൽ ബ്ലേഡ് വെച്ച് കെട്ടിയത്. പത്തനംതിട്ട DMOയ്ക്ക് പ്രീത പരാതി നൽകി. ഡ്രസ് ചെയ്തിട്ട് പോരാമെന്ന് കരുതി ഞാൻ പമ്പ ഹോസ്പിറ്റലിൽ വീണ്ടും പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉറക്കമായിരുന്നു. പിന്നെ അത് 4 മണി 4:30 ആയിരുന്നു. ഡോക്ടർ എഴുന്നേറ്റ് വന്നു. ഇത് എനിക്ക് ഓയിൻമെൻറ്റും ഒക്കെ എഴുതി തന്നു. അങ്ങനെ ഡ്രസ്സിങ്ങിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് അദ്ദേഹം ഉറങ്ങുമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് വന്നു. എനിക്കതെല്ലാം നോർമൽ സലൈൻ വാട്ടറിലെന്തോ കഴുകി. അപ്പോൾ ആളുടെ ആ ഒരു വർക്ക് ചെയ്തെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു സംശയം തോന്നിയാണ്. ഞാൻ ചോദിച്ചു, താങ്കൾ ഇവിടെ നേഴ്സുമാരും ഇല്ലേ എന്ന് വെച്ചാൽ പറഞ്ഞില്ല, നേഴ്സുമാരൊന്നുമില്ല, ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം കാലിൽ MK ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷുക്കൂർ, വളരെ ഗുരുതരമായൊരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പ്രീത പറയുന്നത്? പരാതി നൽകിയിട്ടുണ്ടോ? തിരുവാഭരണ ഘോഷയാത്രയിൽ ഈ പ്രീത പങ്കെടുത്തിരുന്നു. കാലിൽ മുറിവ് പറ്റിയതിനെ തുടർന്ന് അവർ പമ്പ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അവിടെ വെച്ചാണ് അവർക്ക് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് കാലിൽ സർജിക്കൽ ബ്ലേഡ് വെച്ച് മുറിവ് കെട്ടിയത്. അവിടെ ഒരു നഴ്സ് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും പിന്നീട് കാലിൽ ഈ സർജിക്കൽ ബ്ലേഡ് മറ്റെവിടെയും കൊള്ളാതിരുന്നത് അവർ ഭാഗ്യമെന്ന് പറയുന്നു. അത് വെച്ചാണ് പിന്നീട് അവർ കുറച്ച് ദൂരം നടക്കുകയും മറ്റും ചെയ്തു. അവർക്ക് പക്ഷേ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഇത്തരമൊരു ചികിത്സയിലെ അനാസ്ഥ വളരെ ഗുരുതരമാണെന്നാണ് അവരുടെ പരാതി. എന്തായാലും ഈ പരാതി അവർ ഇപ്പോൾ പത്തനംതിട്ട DMOക്ക് നൽകിയിരിക്കുകയാണ്.